അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് മുതലാണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ, ഈ ലോകം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു ഈ ഖുർആനിനെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തി. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സൂറത്തുകൾ, ഏതാനും സൂറത്തുകൾ പാരായണം ചെയ്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖറഅ ത്വാഹ വ യാസീൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെയും ഭൂമിയെയും ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖറഅ ത്വാഹ യാസീൻ, സൂറത്ത് താഹയും സൂറത്ത് യാസീനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാരായണം ചെയ്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ വാനലോകത്ത് വെച്ച് പടച്ച തമ്പുരാന്റെ വാക്കുകൾ കേട്ടപ്പോ, ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ ആ ആയത്തുകളുടെ വസന്തം മനസ്സിലാക്കിയപ്പോൾ, അതിന്റെ മാസ്മരീകത അറിഞ്ഞപ്പോ, അതിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയപ്പോ, കാലത്ത് മലക്കുകൾ പറഞ്ഞു അത്രേ, തൂബാ തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ അലൈഹാ. ഏതൊരു സമുദായത്തിന്റെ മേലാണ് ഈ ഖുർആനിന്റെ വചസ്സുകൾ ഇറങ്ങുന്നത്, വചനങ്ങൾ ഇറങ്ങുന്നത്, ആ സമുദായം അനുഗ്രഹീതരായ സമുദായമത്രേ, അവർ രക്ഷപ്പെട്ടുവത്രേ. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും, അവർക്ക് എല്ലാവിധ ആശംസകളും, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു എന്ന് വാനലോകത്തെ മാലാകമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. തോബാ ലിഖുലൂബിൻ യഹ്ഫളുഹാ. പരിശുദ്ധ ഖുർആനിനെ ആരൊരാൾ പാരായണം ചെയ്ത് തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നുവോ, തന്റെ ഹൃദയത്തിൽ സ്ഥാനമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ താളമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ മന്ത്രമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ തുടിപ്പാക്കുന്നുവോ, ഹൃദയത്തിന്റെ സ്പന്ദനമാക്കുന്നുവോ, അവര് രക്ഷപ്പെട്ടുവത്രേ. അവർക്ക് മംഗളാശംസകൾ. 50,000 വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാകമാർ ഇന്ന് ഈ അടുക്കത്ത് ബൈലുള്ള മദ്രസകളിൽ പഠിച്ച് ഹാഫിളീങ്ങളായി പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എത്രയെത്ര ഹാഫിളീങ്ങളെ കുറിച്ച് 50,000 വർഷങ്ങൾക്ക് മുമ്പ് മാലാകമാർ വാനലോകത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ് ആശംസകൾ നേരുകയാ. തൂബാ ലിയജ്വാഫിൻ തഹ്മിലു ഹാദാ. എത്രയെത്ര ഹൃദയങ്ങളാണ് ഇത് സൂക്ഷിക്കുന്നത്, ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ ഹൃദയങ്ങൾക്ക് അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ മാലാകമാർ വാനലോകത്ത് വെച്ച് പറയുകയാ, മാലാകമാർ വാനലോകത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാ. 21ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയാൽ, നിങ്ങളുടെ പെൺമക്കളെ ഹാഫിളാത്തുകളാക്കിയാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. മാലാകമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഹൃദയങ്ങളെ അല്ലാഹു സംരക്ഷിച്ചിരിക്കുകയാ, ആ ഹൃദയങ്ങളെ അല്ലാഹു സൂക്ഷിച്ചിരിക്കുകയാ. ആ ഹൃദയങ്ങൾ നാളെ സ്വർഗത്തിലാ. വീണ്ടും മലക്കുകൾ പറയുകയാണ്, തൂബാ ലിഅൽസിനതിൻ തതകല്ലമു ബിഹാദാ. ഏതൊരു നാമാണോ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നത്, ഏതൊരു നാമാണോ ഖുർആൻ കൊണ്ട് പ്രഭാഷണം നടത്തുന്നത്, ഏതൊരു നാവിലൂടെയാണോ പരിശുദ്ധ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്, ആ ഖുർആനിന്റെ വചസ്സുകളെയും വചനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നത്, ആ നാവുകൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും. ആ നാവുകളെ അല്ലാഹു സംരക്ഷിക്കട്ടെ, അവർക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു എന്ന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാകമാർ പ്രാർത്ഥിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നമുക്ക് സന്തോഷിച്ചുകൂടെ? ഹാഫിളീങ്ങളായ മക്കളുടെ പിതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ? ഹാഫിളാത്തുകളായ പെൺമക്കളുടെ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ? മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. എത്ര വലിയ ഭാഗ്യം! ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു ഖുർആനെ പരിചയപ്പെടുത്തി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ ഈ അമാനത്ത്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളുടെ അമാനത്ത്, അത് ഏതുമാകാം, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം, തൗറാത്ത്, സബൂർ. അപ്പൊ ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പറയാൻ നിശ്ചയിച്ച, അവൻ ദുനിയാവിലേക്ക് ഇറക്കാൻ നിശ്ചയിച്ചത് ഇതൊരു അമാനത്താണ്. ഇതൊരു വലിയ ഒരു സൂക്ഷിപ്പ് മുതലാണ്, വലിയൊരു സൂക്ഷിപ്പ്. സ്വർണമോ പൊന്നോ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഖുർആൻ എന്ന് പറയുന്ന ഈ സാധനം വലിയൊരു അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമാനത്ത്, ഈ ഒരു ഉത്തരവാദിത്വം ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലമുകളിൽ കൊണ്ടുപോയി മലകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇന്നിവിടെ ഒരു ചെറിയൊരു മദ്രസയിലൂടെ 10, 100, 150 കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വലിയ ഭാരമായി ചിലർക്ക് അനുഭവപ്പെടുന്നു. ഒരു മദ്രസ എന്ന് പറയുന്നത് വലിയ ഭാരമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവരൊരു മദ്രസ നടത്താനോ അല്ലെങ്കിൽ മദ്രസയിലെ 10 കുട്ടികളെ ഹാഫിളീങ്ങളാക്കാനോ തയ്യാറില്ല. കോടികൾ ചെലവ് ചെയ്ത് അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങൾ കെട്ടിപ്പോക്കുന്നു. നാളെ ആഖിറത്തിൽ അതും ചുമന്നുകൊണ്ടിരിക്കണം. മറിച്ച് ഒരു മദ്രസ കെട്ടി 10 കുട്ടികളെ ഹാഫിളീങ്ങളാക്കി ഈ കുഞ്ഞുമക്കൾ അവന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു രംഗം, ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഖൗമ തയ്യാറല്ല. കാരണം എന്താ? അതിന്റെ വലിപ്പം അറിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് വലിപ്പം അറിയില്ല. ആ വലിപ്പം അല്ലാഹു മനസ്സിലാക്കി തരികയാണ്. പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വചനങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാനലോകത്തോട് പറഞ്ഞു, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ അമാനത്ത്, ഈ ഗ്രന്ഥം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഭൂമിയോട് പറഞ്ഞു ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? പർവ്വത സാനുക്കളോട് പറഞ്ഞു ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അറൽനൽ അമാനത അലസ് സമാവാത് വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം, അവന്റെ വചനങ്ങൾ, അവന്റെ സൂക്തങ്ങൾ, അവന്റെ സന്ദേശങ്ങൾ, അതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശലോകത്തോട് കാട്ടുകയാ. ഇന്നാ അറവ്നൽ അമാന അലസ് സമാവാത്. ഈ അമാനത്ത് എന്ന് പറയുന്ന സൂക്ഷിപ്പ് സമ്പത്ത് ആകാശലോകമേ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാ. പിന്നീട് ഭൂമിയോട് ചോദിക്കുകയാണ്, പിന്നീട് പർവ്വതങ്ങളോട് ചോദിക്കുകയാ. ഫഅബൈന അൻ യഹ്മിൽനഹാ. അത് സ്വീകരിക്കാൻ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാ. വഅശ്ഫഖന മിൻഹാ. സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഇതൊരു ഭാരമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഈ ഉത്തരവാദിത്തം ഞങ്ങളെ കൊണ്ട് നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് പർവ്വത സാനുക്കളും ആകാശങ്ങളും ഭൂമികളും റബ്ബിന്റെ കോടതിയോട് പറയുകയാ. പിന്നെ ആരേറ്റെടുക്കും? മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? ആകാശത്തോട് ചോദിക്കുന്നു, ഭൂമിയോട് ചോദിക്കുന്നു, പർവ്വതങ്ങളോട് ചോദിക്കും, ഏറ്റെടുക്കാൻ പറ്റുമോ? കാരണം എന്താ? ഇതിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. നമുക്കത് അറിയില്ലല്ലോ. നമുക്കിപ്പോ പള്ളിയിൽ വെറുതെ ചെലന്തി വലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. വലിയ കാര്യമില്ല. ഇതെന്താ പൊക്കിയെടുക്കാൻ വല്ല ക്രെയിൻ വേണം? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഉയർത്താൻ വല്ല ക്രെയിൻ വേണം? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നോക്കുമ്പോ എന്റെ ഉള്ളടക്കം അറിയില്ല. അതുകൊണ്ടാണ് എന്റെ ഗൗരവം നമുക്കറിയില്ല. അതുകൊണ്ട് ആകാശം സ്വീകരിക്കാത്ത ഖുർആനല്ല ഞാൻ ഓതുന്നത്. ഭൂമി സ്വീകരിക്കാൻ കഴിയുന്നില്ല, ആകാശം സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല, പർവ്വതം സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? പർവ്വതം സ്വീകരിച്ചാലോ പർവ്വതം പൊട്ടി തകർന്നു പോകും. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്.
പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും മലമുകളിൽ ഇറക്കിയാൽ നബിയെ അങ്ങേക്ക് കാണാമായിരുന്നു. അതിന്റെ ഗൗരവത്താൽ ആ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. വിനയത്താൽ, അതിന്റെ മഹത്വത്താൽ പർവ്വതങ്ങൾ പോലും ധൂളികളായി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ആ പർവ്വതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഇത് സ്വീകരിച്ചത്? ഇത് ഏറ്റെടുത്തതാരാ? ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം. ഖുർആൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് മനസ്സിലായോ? ആകാശം സ്വീകരിക്കാൻ മടിക്കുന്നു, ഭൂമി സ്വീകരിക്കാൻ മടിക്കുന്നു, പർവ്വതങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ സ്വീകരിക്കാൻ പഠിച്ച ഈ ഖുർആൻ ആരേറ്റെടുത്തു? ും